കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടുത്തുള്ള പടപ്പക്കര എന്ന ഗ്രാമത്തിലെ കുതിരമുനമ്പ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഇതൊരു കുന്നിൻ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അഷ്ടമുടി കായലാണ് ഈ കാണുന്നത്. അഷ്ടമുടി കായലിലെ കുറേ ചെറിയ ചെറിയ തുരുത്തുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതൊരു നല്ല ഉയരത്തിൽ നിന്നാണ് കാണുന്നത്. നമ്മളെ സുഹൃത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലം. ആ സ്ഥലത്തു നിന്നാണ് ഞങ്ങളിത് വീഡിയോ എടുത്തിരിക്കുന്നത്. അഷ്ടമുടിക്കായലിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും. ഇവിടെ ചെറിയ ചെറിയ തുരുത്തുകളും ആ കാണുന്ന പെരുമൺ പാലമാണ്. ഇവിടെയാണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുരന്തമുണ്ടായത്, ട്രെയിൻ ദുരന്തമുണ്ടായ സ്ഥലമാണിത്. കുതിരമുനമ്പിലെ കാഴ്ചകളാണിത്. അപ്പം കുന്നിൽ മുകളിലുള്ള കാഴ്ച കണ്ടിട്ട് താഴെ നിന്നും കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇത് ഞങ്ങളെ കൂടെ വർക്ക് ചെയ്ത നിക്സൺ സാറിൻ്റെ പ്രോപ്പർട്ടിയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ വെച്ച് ഞങ്ങളെ 3 നായ്ക്കളെ ഞങ്ങൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. നിക്സൺ സാറ് വരുന്നവരെ ഞങ്ങളവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ സാറ് വന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ താഴോട്ട് പോവുകയാണ്. ഇത് കായൽ തീരത്തോട് ചേർന്നിട്ടാണ് സാറിൻ്റെ വീട് ഉള്ളത്. ഇവിടെ ഇഷ്ടംപോലെ തെങ്ങുകളും മാവുകളും പിന്നെ പ്ലാവും ഒക്കെ ഉണ്ട്. വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലമാണിത്. കായലിനോട് വളരെ ചേർന്ന് കിടക്കുകയാണ്. ഒരു കാല് വെച്ചാൽ കായലാണ്. അപ്പം താഴെ നിന്നുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടിറങ്ങി വന്നത്. അപ്പം മേളിൽ നിന്ന് കണ്ട അതേ കാഴ്ചകളാണ് ഇപ്പം താഴെ നിന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്തേക്കൊന്നും അധികം ആൾക്കാരൊന്നും എത്തിപ്പെടാത്ത സ്ഥലമാണ്. ഇതൊരു റിസോർട്ടാണ്. അടുത്ത 3ാമത്തെ പോയിന്റിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് നേരത്തെ കണ്ട കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാം. ഈ റിസോർട്ടിൽ സാധാരണ വിവാഹത്തിൻ്റെ റിസപ്ഷനുകളും ഗെറ്റ് ടുഗദറുകളൊക്കെ നടക്കാറുണ്ട്. ഏകദേശം 1000 പേർക്ക് വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഒരു റിസപ്ഷന് വേണ്ടിയിട്ട്. ഇവിടെ വലിയ ഹാളൊക്കെ പുള്ളി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ 80 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 1000 പേർക്കുള്ള ഒരു ഫംഗ്ഷൻ നടത്തുന്നതിന് 45,000 രൂപയാണ് പുള്ളി ഈടാക്കുന്നത്. അതുപോലെ നൈറ്റിൽ വന്ന് ഗെറ്റ് ടുഗദർ നടത്തുന്നതിന് പെർ ഹെഡ് 800 രൂപ ഈടാക്കുന്നുണ്ട്. ഇവിടെ 10-12 പേർക്കൊക്കെ കിടക്കാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു നല്ലൊരു പാർക്കുമുണ്ട്. ഇവിടെ കയറുന്നതിന് 20 രൂപ ഫീസുണ്ട്. 20 രൂപ ഫീസ് കൊടുത്തിട്ടാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 20 രൂപ ഫീസ് വാങ്ങിക്കുന്നത്. ധാരാളം ആളുകൾ വൈകുന്നേരങ്ങളിലൊക്കെ സന്ദർശിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നേരത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബോട്ട് സർവീസൊക്കെ പുള്ളി അറേഞ്ച് ചെയ്ത് തരും അടുത്തടുത്ത തുരുത്തുകളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇത് അങ്ങേയറ്റത്ത് കാണുന്നത് മൺട്രോ തുരുത്താണ്. മൺട്രോ തുരുത്ത്, വെള്ളിമണെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് കഴിയും. പെരുമൺ പാലം എല്ലാം ഇവിടെ നമുക്ക് കാണാം. നേരത്തെ കണ്ട കാഴ്ചകളൊക്കെ തന്നെ ഇപ്പം വേറൊരു ആംഗിളിൽ നിന്ന് എടുക്കുന്നതേ ഉള്ളൂ. ആ റിസോർട്ടിൽ നിന്ന് എടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ വാരണാസിയിലൊരു ഘാട്ട് കണക്കൊക്കെ നമുക്ക് തോന്നും. അങ്ങേ കാണുന്ന ഒരു ചെറിയ ഐലൻഡാണ്. ആ ഐലൻഡിലേക്ക് ഇവിടെ നമുക്ക് നടന്നു പോകാമെന്നാണ് പുള്ളി പറയുന്നത്. 3 അടി താഴ്ചയെ ഇവിടെ ഉള്ളൂ. സമ്രാണിക്കോടിയേക്കാളും വികസിക്കേണ്ട ഒരു സ്ഥലമാണിത്. പക്ഷേ ഇപ്പോൾ നടന്നു പോകാനായിട്ട് പുള്ളി അനുവദിക്കാറില്ല. ഒരാൾക്ക് അങ്ങനെ ഒരു അപകടത്തിൽ പെടാൻ പോയതാണ്. അതുകൊണ്ട് ഇപ്പോൾ അനുവദിക്കുന്നില്ല അങ്ങോട്ട് പോകാനായിട്ട്.